നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലത്തെ ബ്രസീൽ അർജൻറ്റീന മത്സരത്തിൻ്റെ ഹാങ് ഓവർ പലർക്കും മാറിയിട്ടില്ല. ബ്രസീലിയൻ മാധ്യമങ്ങളിലും അർജൻറ്റീൻ മാധ്യമങ്ങളിലും ഒക്കെ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ കളി കഴിഞ്ഞ് ഏറെ മണിക്കൂറുകൾക്ക് ശേഷം വ്യാപകമായി പ്രചരിച്ചൊരു ചിത്രമാണ് ലയണൽ സ്കലോനി റാഫീഞ്ഞയെ ഇങ്ങനെ ഹഗ് ചെയ്യുന്ന ഒരു ചിത്രം. യഥാർത്ഥത്തിൽ ഇത് ഒറിജിനൽ ചിത്രമാണോ അതല്ല AI ക്രിയേറ്റഡ് ഒരു ചിത്രമാണോ എന്നുള്ള തർക്കം പിന്നീടുണ്ടായി. അതിൻ്റെ ഒരു കാരണം കളി കഴിഞ്ഞ് സെവറൽ ഹവേഴ്സിന് ശേഷം, മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ഒരു ചിത്രം പുറത്തു വന്നത് എന്നാണ്. കാരണം കളിയുമായി ബന്ധപ്പെട്ട് നിരവധി ഫോട്ടോഗ്രാഫേഴ്സും അതുപോലെ തന്നെ സെൽഫോൺ കൊണ്ട് ഫോട്ടോ എടുക്കുന്നവരും ഒക്കെ ആയിട്ട് നിറഞ്ഞു നിന്നിട്ട് ആ ചിത്രം എന്തുകൊണ്ട് അപ്പോൾ കിട്ടിയില്ല എന്നതാണ് ചോദ്യം. മണിക്കൂറുകൾക്ക് ശേഷം ഇങ്ങനൊരു ചിത്രം വന്നപ്പോൾ അത് AI ക്രിയേറ്റഡ് ആണോ എന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ ഗ്രൗണ്ടിൻ്റെ ഒരു പശ്ചാത്തലമൊന്നുമല്ല, മറ്റൊരു സ്ഥലത്ത് നിന്ന് സ്കലോനിയും റാഫീഞ്ഞയും മാത്രമാണ് അതിലുള്ളത്, മറ്റുള്ളവരൊക്കെ എവിടെ എന്നുള്ള ചോദ്യവുമുണ്ട്. അപ്പോൾ ഇതിനൊരു വ്യക്തത ഇപ്പോൾ അർജൻറ്റീൻ മാധ്യമമായിട്ടുള്ള TYC സ്പോർട്സ് നൽകുന്നുണ്ട്. TYC സ്പോർട്സ് പറയുന്ന അവരുടെ കയ്യിൽ ഇതിൻ്റെ ഒറിജിനൽ ഉണ്ട്, ഇത് AI ക്രിയേറ്റഡ് ചിത്രമല്ല, ഇതെവിടെ വെച്ച് എടുത്തു എന്നുള്ള കാര്യം കൂടി അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ചിത്രം എടുത്തിരിക്കുന്നത് മോണമെൻ്റൽ സ്റ്റേഡിയത്തിൻ്റെ ഹോസ്പിറ്റാലിറ്റി ഏരിയയിൽ വെച്ചിട്ടാണ്. ഇതിൻ്റെ ഒറിജിനൽ ചിത്രത്തിൽ സ്കലോനിയും റാഫീഞ്ഞയും മാത്രമല്ല, മറിച്ച് അർജൻറ്റീൻ ടീമിൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള ഡാഡി ഡി ആൻഡ്രിയ കൂടി അവിടെയുണ്ട് എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സ് വ്യക്തമാക്കുന്നത്. അദ്ദേഹം കൂടി ഉൾക്കൊള്ളുന്ന, അദ്ദേഹം ഒരു ഭാഗത്ത് ആ ട്രോളി ബാഗും ഒക്കെ ആയിട്ട് നോക്കി നിൽക്കുന്ന ഒരു ചിത്രം കൂടി വെച്ച് അദ്ദേഹം കൂടി ഉൾക്കൊള്ളുന്ന ചിത്രമാണിപ്പോൾ TYC സ്പോർട്സ് പുറത്തുവിട്ടിരിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ റാഫീഞ്ഞയെ മാത്രമൊന്നുമല്ല, ഡൊറിവാൾ ജൂനിയറെയും വിനിയെയും ഒക്കെ അദ്ദേഹം ഹഗ് ചെയ്യുന്ന ചിത്രങ്ങൾ പിന്നാലെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് AI അല്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെയാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. കളി കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. അത് നേരത്തെ തന്നെ സ്കലോനി പറഞ്ഞിട്ടുണ്ട്, എൻഡ് ഓഫ് ദി ഡേ ഇതൊരു മത്സരം മാത്രമാണ്, അതിനപ്പുറത്തേക്ക് നമ്മൾ കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടതില്ല എന്ന്. അതാണ് അദ്ദേഹം കളി കഴിഞ്ഞിട്ട് റാഫീഞ്ഞയെ കുറ്റപ്പെടുത്താതെ ഞാൻ റാഫീഞ്ഞയ്ക്ക് മാപ്പ് കൊടുക്കുന്നു, കാരണം അദ്ദേഹം ഇത് പറഞ്ഞത് ആരെയും വേദനിപ്പിക്കാനൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ഡിഫെൻഡ് ചെയ്യുകയാണ്, അതെനിക്ക് മനസ്സിലാവുമെന്ന് സ്കലോനി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്കലോനിയുടെ മെച്യൂരിറ്റി ബാക്കി എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.